ഈ ഹണി റോസിന്റെ നിതംബം കാണുമ്പോൾ എന്തുകൊണ്ടാണ് പല പുരുഷന്മാരുടെയും കൺട്രോൾ പോകുന്നത്? നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയുടെ ബട്ടക്സ് അല്ലെങ്കിൽ നിതംബങ്ങളോട് പല പുരുഷന്മാർക്കും ഇത്രയധികം ലൈംഗിക ആകർഷണം തോന്നുന്നത് എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത്. അതുകൊണ്ട് ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആ ബെൽ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസിനെ പറ്റിയുള്ള അറിയിപ്പ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഈ സെക്ഷൽ പ്രശ്നങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുക്ക പോയി ചികിത്സിച്ച് ഭേദമാക്കേണ്ട അസുഖമൊന്നുമല്ല. അത് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും നമുക്ക് സെക്സിനെ പറ്റിയുള്ള അറിവില്ലായ്മയും അജ്ഞതയൊക്കെ കൊണ്ടാണ്. നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയൊക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ ബോഡി ഷെയ്മിങ്ങിന് ഏറ്റവും അധികം വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് നടിയായ ഹണി റോസ്. ഇത് അവർ തന്നെ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് തുടക്ക സമയത്ത് എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്ത് എന്താണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. പിന്നെ ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ്, എന്ത് പ്രൂവ് ചെയ്യാനായി കാര്യത്തിൽ എന്ത് ചെയ്യാനാണ്? ഇതിൽ ഒന്നും ചെയ്യാനില്ല. അത് ഈ പറഞ്ഞ പോലെ ബോഡി ഷേമിങ്ങിൻ്റെ ഒക്കെ എക്സ്ട്രീം ലെവലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകൾ മാത്രം വായിച്ചാൽ നമുക്കിത് മനസ്സിലാവും. ഇത് ഒരുപക്ഷെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവാം, വായിച്ചിട്ടുണ്ടാവും. എൻ്റെ ഈ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം ഈ കമന്റുകളിലൂടെ കുത്തിയിരുന്ന് വായിക്കുക എന്നുള്ളതല്ല, മറിച്ച് എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ്. ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം ഞാനിവിടെ 2-3 കമൻറ്റുകൾ വായിക്കുകയാണ്. തടി കുറച്ചതുപോലെ മൂലവും കൂടെ കുറയ്ക്കണം, അപ്പം ബോഡി ഷേമിങ് കുറയും. കിം കദാർഷൻ ഓഫ് കേരള, ആ ചന്തി ഉഫ്. ഈ ട്രോളന്മാരുടെ ഭാഷയിലൊക്കെ പറയുന്നത് പോലെ ഈ ഹണി റോസിൻ്റെ കുണ്ടി കാണുമ്പോൾ പല പുരുഷന്മാരുടെയും കൺട്രോൾ പോകുന്നത് എന്തുകൊണ്ടാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ മറ്റ് ജീവജാലങ്ങളെ പോലെ തന്നെ യാതൊരു പ്രത്യേകതയുമില്ലാത്ത പരിണാമത്തിൻ്റെ തന്നെ സൃഷ്ടിയാണെന്ന് ഉറച്ചു വിളിച്ചു പറയുന്ന നിമിഷങ്ങളാണ് ഈ കമൻറ്റുകൾ. നമ്മളുടെ ഈ ശരീര അവയവങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ചരിത്രാതീത കാലം മുതലുള്ള ലൈംഗികതയുടെ ജീവിക്കുന്ന അടയാളങ്ങളാണ്. നമ്മൾ ഇന്ന് പറയുന്ന, അതായത് നിങ്ങളും ഞാനും ഒക്കെ അടങ്ങുന്ന ഈ ഹോമോസാപ്പിയൻസ് എന്ന് വിളിക്കുന്ന ആധുനിക മനുഷ്യൻ പരിണമിച്ച് ഈ ഭൂമിയിൽ വരുന്നതിന് മുൻപ്, അതായത് ആ ഒരു ചിമ്പൻസി ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു ആൺ ചിമ്പൻസിയെ പെൺ ചിമ്പൻസി ആകർഷിക്കുന്നതിൽ അവരുടെ നിതംബത്തിൻ്റെ വലിപ്പം അതിലുണ്ടാകുന്ന നിറവ്യത്യാസത്തിനുമൊക്കെ വളരെയധികം പങ്കുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ 4 കാലിൽ നടക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ നിതംബങ്ങൾക്ക് ആ ഒരു ലൈംഗിക ആകർഷണത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് സാരം. ഇന്നും ആഫ്രിക്കയിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് റിലേറ്റീവ്സ് എന്ന് പറയുന്ന ബോണോബോ കുരങ്ങുകളിലും ചിമ്പൻസി കുരങ്ങുകളിലുമൊക്കെ ആ ഒരു ലൈംഗിക ആകർഷണം സംഭവിക്കുന്നത് അതിൻ്റെ നിതംബത്തിൻ്റെ വലിപ്പത്തിലൂടെയും നിറവ്യത്യാസത്തിലൂടെയും തന്നെയാണ്. അതോടൊപ്പം തന്നെ അത് ആ ഒരു മൃഗത്തിൻ്റെ പ്രത്യുൽപാദനത്തിനുള്ള ഒരു കഴിവും സന്നദ്ധതയും കൂടിയാണ് വിളിച്ചു പറയുന്നത്. മനുഷ്യരിൽ ഈ ഒരു ലൈംഗിക ആകർഷണ രീതിയിൽ പ്രധാനമായിട്ടും മാറ്റം സംഭവിച്ചത് അവൻ 2 കാലിൽ നടക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. വലിയ നിതംബങ്ങൾ ആ ഒരു ചലന ശൈലിക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള പരിണാമത്തിൻ്റെ തിരിച്ചറിവിൽ നിന്നുമാണ് ഈ ലൈംഗിക ആകർഷണം നിതംബങ്ങളിൽ നിന്നും ഒരു സ്ത്രീയുടെ മാറിടത്തിലോട്ട് അല്ലെങ്കിൽ സ്ഥലങ്ങളിലോട്ട് മാറിയതെന്നായിരുന്നു ഗവേഷകരുടെ വിലയിരുത്തൽ. എന്നാൽ ഒരു സ്ത്രീയുടെ ശരീരത്തിലുണ്ടായ ഈ ഒരു മാറ്റം ഒരു പുരുഷൻ്റെ ലൈംഗിക ആകർഷണ രീതിയിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ പറ്റും. 25,000 കൊല്ലം പഴക്കമുള്ള ജർമ്മനിയിലെ വില്ലൻഡ്രോഫ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കണ്ടെത്തിയ ഒരു സ്ത്രീയുടെ പ്രതിമയാണ് ഇത്. വീനസ് ഓഫ് വില്ലൻഡ്രോഫ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ലോകത്തിലെ തന്നെ അതിപുരാതന പ്രതിമകളിൽ ഒന്നാണ്. ആധുനിക മനുഷ്യൻ ഭൂമിയിൽ വന്നിട്ട് തന്നെ വെറും 70,000 കൊല്ലമേ ആയിട്ടുള്ളൂ. ഈ പ്രതിമയുടെ നിതംബത്തിൻ്റെ വലുപ്പത്തിൽ നിന്നും മാറിടത്തിൻ്റെ വലുപ്പത്തിൽ നിന്നുമൊക്കെ നമുക്ക് ഊഹിക്കാം അത് അവരുടെ ആ ഒരു ലൈംഗിക ആകർഷണത്തിൽ എത്രത്തോളം പങ്കുവഹിച്ചിരുന്നുവെന്ന്. ഇന്ന് ആധുനിക യുഗത്തിൽ നമ്മളുടെ ലൈംഗികതയെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും ഒക്കെയാണ്. ഈ ഇൻ്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വളരെയധികം കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരു അവയവമാണ് സ്ത്രീയുടെ നിതംബം എന്ന് പറയുന്നത്. സ്ത്രീകൾ മാറിടത്തിൻ്റെ വലുപ്പം കൂട്ടുവാൻ ഉപയോഗിക്കുന്ന പാഡഡ് ബ്രാസ് മാതിരി നിതംബങ്ങളുടെ വലുപ്പം കൂട്ടാൻ സഹായിക്കുന്ന ബഡ് ബ്രാസും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, ലൈംഗിക ആകർഷണം. അതുകൊണ്ട് തന്നെ പല സ്ത്രീകളും അത് വാങ്ങി ഉപയോഗിക്കാറുമുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു സ്ത്രീയുടെ നിതംബം നാച്ചുറൽ ആണോ അല്ലയോ എന്ന് ചർച്ച ചെയ്തവരെ ബോഡി ഷേമിങ് ചെയ്യുന്നതിൽ കുഴപ്പമില്ലെന്നാണോ? ഒരു മനുഷ്യൻ്റെയും ചിമ്പൻസിയുടെയും DNA തമ്മിലുള്ള സാമ്യത എന്ന് പറയുന്നത് 98.6%. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിൽ ചിമ്പൻസിയുടെ പല പെരുമാറ്റ രീതികളും ഉണ്ടാകുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. എന്നാൽ ഒരു മനുഷ്യനെ മനുഷ്യമൃഗത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അവന് ചിന്തിച്ച് വികാരങ്ങളെ നിയന്ത്രിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവാണ്. ഒരു മനുഷ്യനും ചിമ്പൻസിയും തമ്മിലുള്ള അവശേഷിക്കുന്ന 1.4% വ്യത്യാസം എന്ന് പറയുന്നത് അതാണ്.
അത് മനസ്സിലാക്കാത്തവർ നമ്മളുടെ സമൂഹത്തിൽ മനുഷ്യക്കുരങ്ങുകളായിട്ട് തുടരുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എനിക്ക് നിങ്ങളോട് ഇന്ന് സ്ത്രീകളുടെ നിതംബത്തിനോട് തോന്നുന്ന ലൈംഗിക ആകർഷണത്തിന് പിന്നിലുള്ള ഒരു എവല്യൂഷണറി സൈക്കോളജിയെ പറ്റി സംസാരിക്കാനുള്ളത്. ഈ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമൊത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ വിഷയത്തെപ്പറ്റി ഞാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക, തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ until next time, this is Sangeet Sebastian signing off for VVox.